അതെ, നിലമ്പൂർ ഇലക്ഷൻ പ്രചരണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും വന്നു. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉണ്ടായിരുന്നു, തങ്ങളുമായിട്ട് കണ്ടു. എന്റെ മേൽനോട്ടം വഹിച്ച അനിലും അതുപോലെ ജോയിയൊക്കെ ആ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്തു. പിന്നെ ഒരു സൗഹൃദ സന്ദർശനം. ഞങ്ങൾ എപ്പോഴും പറഞ്ഞു, ആദ്യം മുതലേ പറഞ്ഞു, തികഞ്ഞ വിജയപ്രതീക്ഷയാണ്. ഇന്നലെ അതൊന്നുകൂടി ജനങ്ങളത് വ്യക്തമാക്കി തന്നു, തെളിയിച്ചു തന്നു. പ്രവർത്തകരുടെ ആവേശം, വോട്ടർമാരുടെ താൽപര്യം, ഇതെല്ലാമാണ് റെക്കോർഡ് ഭൂരിപക്ഷത്തിന് UDF അവിടെ ജയിച്ചു. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ RSS-മായി ഒരു ഘട്ടത്തിൽ സഹായിച്ചിരുന്നു എന്ന് പറഞ്ഞ പരാമർശം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്താണ് അതിനോടുള്ള പ്രതികരണം? അതൊരു സത്യമാണ്. RSS-ഉമായിട്ട് പരസ്യബന്ധം CPM ഉണ്ടാക്കിയിരുന്നു. അവരുടെ രാഷ്ട്രീയ കാര്യങ്ങൾ അവരെപ്പോഴും ഉയർത്തിയിട്ടുള്ളത് അന്ധമായ കോൺഗ്രസ് വിരോധത്തിലാണ്. എല്ലാ കാലത്തും ഇന്ത്യയിലെ കോൺഗ്രസിനെ എതിർക്കുക, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് കോൺഗ്രസ് വിരോധം അവര് നന്നായിട്ട് പ്രചരിപ്പിച്ചു. അതിന്റെ ഫലമായിട്ടാകാം പലപ്പോഴും ഒളിഞ്ഞും ചില സന്ദർഭങ്ങളിൽ തെളിഞ്ഞും RSS BJP ബാന്ധവത്തിൽ CPM ഏർപ്പെട്ടിട്ടുണ്ട്. അത് വളരെ പ്രകടമാണ്. ഇന്നലെ ഗോവിന്ദൻ മാഷ് എന്തായാലും ആ സത്യം വൈകിയാണെങ്കിലും പരസ്യമായിട്ട് സമ്മതിക്കേണ്ടി വന്നു. ഇപ്പോഴുള്ള ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസമുള്ള ഈ തുറന്നു പറച്ചിൽ പ്രത്യേക എന്തെങ്കിലും ഉദ്ദേശം അതിനുണ്ടോ? അതല്ല അബദ്ധത്തിൽ പറഞ്ഞു പോയതാണെന്ന് തോന്നുന്നുണ്ടോ? അതിപ്പോ സ്വരാജ് അതിനെ ന്യായീകരിക്കാനും അതിനെ മറച്ചുവെക്കാനുമാണ് സ്ഥാനാർത്ഥി സ്വരാജ് ശ്രമിച്ചത്. അത് ജനതാദളുമായിട്ടായിരുന്നു സഖ്യമെന്ന് പറഞ്ഞു തീർക്കാൻ, പറഞ്ഞു വെക്കാൻ സ്വരാജ് ശ്രമിച്ചു. അതിന്റെ അർത്ഥം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദൻ മാസ്റ്ററെ ഈ വെളിപ്പെടുത്തൽ CPM-ന് കനത്ത തിരിച്ചടിയുണ്ടാകും. ഞങ്ങൾ പറഞ്ഞ ആക്ഷേപങ്ങൾ അവരെ സംബന്ധിച്ച് അവര് RSS BJP ബാന്ധവത്തിലായിരുന്നു, പലപ്പോഴുമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സമ്മതിച്ചത് അവരുടെ യഥാർത്ഥ മുഖം വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. അത് CPM-ന് വലിയ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എപ്പോഴും കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അവര് തന്നെ ഇപ്പൊ ഞങ്ങൾക്കെതിരെ ആക്ഷേപം ഉന്നയിച്ച് അവര് തന്നെ പുലിവാല് പിടിച്ചിരിക്കുകയാണ്, CPM തന്നെ. ശരി, താങ്ക് യു. കഴിഞ്ഞ ദിവസം PV അൻവർ പറഞ്ഞിട്ടുള്ളത് ഈ ഷൌക്കത്തിന് സ്ഥാനാർത്ഥിയാക്കാനുള്ള കാരണം വണ്ടൂരിൽ താങ്കളെ തോൽപ്പിക്കുമെന്ന് ഷൌക്കത്ത് പറഞ്ഞു. അതുകൊണ്ടാണ് ഷൌക്കത്തിന് സ്ഥാനാർത്ഥിയാക്കാനുള്ള താല്പര്യം വന്നതെന്നുള്ളതാണ്. 23 കഴിയട്ടെ, തമാശ പറയല്ലേ.